ഹേ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടണ്ട, ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഗായ്സ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ തണുപ്പ്? നമ്മുടെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പത്ത് ഇവിടെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ ഡ്രസ്സ്? ഞങ്ങളുടെ അല്ല, എൻ്റെ ഡ്രസ്സ് ഗായ്സ്. ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു നിമിഷത്തിന് ഞാൻ പോവാണ് ഗായ്സ്. അതിൻ്റെ സന്തോഷമെല്ലാം എൻ്റെ മുഖത്ത് എനിക്ക് കാണാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ യാത്ര ആരംഭിച്ചു. യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ദൂരമുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി ഗായ്സ്. ദേ കണ്ടോ, ചക്കുളത്ത് അമ്പലത്തിലാണ് എത്തിയത്. ഇപ്പോൾ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞു. ഞാൻ ആ പോയ ദിവസം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുളത്തിൽ പോയി കാലൊക്കെ കഴുകി നേരെ അമ്പലത്തിനുള്ളിൽ പ്രാർത്ഥിക്കാനൊക്കെ കയറി പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അന്ന് അവിടെ നാരി പൂജയായിരുന്നു ഗായ്സ്. നാരി പൂജ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഈ ഇരിക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനിടയ്ക്ക് ഞാൻ ഓടിപ്പോയി ഒരു മസാല ദോശയൊക്കെ കഴിച്ചു. മസാല ദോശ എൻ്റെ ഫേവറേറ്റാണ് അവിടുത്തെ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ദേ അമ്മയുടെ നാരി പൂജയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കും ആ ഒരു കാര്യത്തിൽ പങ്കുകൊള്ളാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടം എല്ലാം കൂടെ വന്നൊരു നിമിഷമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ദേ അവിടെ ഊഞ്ഞാലിൽ കൃഷ്ണനെ രാധയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ പോയിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് തൊഴുതിറങ്ങി. പിന്നെ കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നു. കാരണം അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പീസ്ഫുള്ളാണ്. ഭയങ്കര ഒരു സമാധാനമാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഈ വീഡിയോ അമ്മയായിട്ടോ എടുക്കുന്നത്. അമ്മയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നെ കിട്ടണം, നന്നായിട്ട് അമ്പലം കിട്ടണം, എന്നെ കിട്ടണം. അങ്ങനെ കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു ഗൈസ്. അമ്മയോട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ട്രെൻഡ്സിൽ കയറി അമ്മയ്ക്കൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്, ലവ് യു.